നമസ്കാരം. എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മകരസംക്രമ സന്ധ്യയാണ് അല്ലേ? അതെ, തപോനിഷ്ഠനായ ഭഗവാൻ ശ്രീധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ ദിവ്യ ഗന്ധപരിമളങ്ങൾ കൊണ്ട് നിറഞ്ഞ ദീപാരാധനയും പൊന്നമ്പലമേട്ടിലെ ദീപത്തറയിൽ മകരജ്യോതി തെളിയിക്കുകയും അതേസമയം തന്നെ ആ ആകാശത്ത് ദിവ്യ നക്ഷത്രമായിട്ടുള്ള മകര നക്ഷത്രം തെളിയുകയും ചെയ്യുന്ന പുണ്യദിനം. ഇവിടുന്ന് അങ്ങോട്ടുള്ള 6 മാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾക്ക് ഒരുപാട് കൂടുതൽ ഫലശ്രുതി, അതുപോലെ ഒരുപാട് വ്യാപ്തി, അതിൻ്റെ ഫലം ഒരുപാട് റിസൾട്ട് കിട്ടുന്ന കാലഘട്ടമാണെന്നാണ് പറയപ്പെടുന്നത്. ആധ്യാത്മികം മാത്രമല്ല, ഭൗതികവും. ഇപ്പോൾ ഉത്സവ സീസണാണ് അല്ലേ? എല്ലാ രീതിയിലും ഈ ഒരു കാലഘട്ടം ഇനി അങ്ങോട്ട് എല്ലാവർക്കും ആധ്യാത്മികമായിട്ടുള്ള പല പൂജാവിധാനങ്ങൾ, പലതരത്തിലുള്ള ചിട്ടവട്ടങ്ങൾ നടക്കണു. അതോടൊപ്പം ഉത്സവം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അന്നം, വസ്ത്രം എല്ലാം ലഭിക്കുകയാണ് അല്ലേ? പലതരത്തിലുള്ള പരിപാടികൾ, കലാകാരന്മാർക്ക് സ്റ്റേജ് പ്രോഗ്രാംസ്, അതേപോലെ സൗണ്ട്, അതുപോലെ മറ്റ് ചെറിയ ചെറിയ അല്ലറ ചില്ലറ എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങൾക്കും ഒരുപാട് ബ്ലെസ്സിങ്, ഒരുപാട് കച്ചവടങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഏറ്റവും ഐശ്വര്യപ്രദമാകട്ടെ, അതുപോലെ ആധ്യാത്മികമാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ്. ഗുരുദേവ് ശ്രീ രവിശങ്കർജി എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു ദേവകാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്ന കാര്യം നമ്മുടെ അന്തരംഗത്തിൽ ചുറ്റും നടക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിനെ കൂടുതൽ ആധ്യാത്മികമായിട്ട് അന്തരംഗത്തെ കൂടുതൽ അറിയാനുള്ള ആ ഒരു പ്രയാണത്തിന് ഒരു തരത്തിൽ നമ്മൾ വിളംബം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡിലേ നമ്മൾ വരുത്തരുത്. ഏറ്റവും വേഗം നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് ഗുരുദേവ് പറയാറുണ്ട്. അപ്പോൾ ഇനിയുള്ള 6 മാസം എന്ന് പറയുന്നത് ധ്യാനത്തിനും പ്രാണായാമങ്ങൾക്കും മറ്റു തരത്തിലുള്ള സാധനാനുഷ്ഠാനങ്ങൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ തപോനിധിയായിട്ടുള്ള ആ ഭഗവാന്റെ, ആ അയ്യപ്പസ്വാമിയുടെ ദീപാരാധനയോടെയാണ് ഈ ഒരു പുണ്യകാലഘട്ടം ഉദിച്ചുയരുന്നത്. അപ്പോൾ ആ താരക ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആ ഭഗവാന്റെ, അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. മകരസംക്രമദീപാവലി തൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണി കണ്ടാ നീ തെളിഞ്ഞു നിൽക്കുമ്പോ, മകരസംക്രമദീപാവലി തൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണി കണ്ടാ നീ തെളിഞ്ഞു നിൽക്കുമ്പോ, നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും. അസതോ മാ സദ്ഗമയ മകരസംക്രമദീപാവലി തൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണി കണ്ടാ നീ തെളിഞ്ഞു നിൽക്കുമ്പോ. അപ്പോൾ ഈ അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് തന്നെ, അദ്ദേഹത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നത് തന്നെ വലിയൊരു ആപ്തവാക്യമാണ്. അത് നീയാകുന്നു, തദ്ത്വം അസി. ഏറ്റവും പ്രശസ്തമായ വേദവാക്യമാണ്. എന്താണോ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ തത്വമസി കൂടുതൽ സാക്ഷാത്കരിക്കാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് ഇറങ്ങിത്തിരിക്കും അല്ലേ? ആ തത്വമസി പൊരുളിനെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട്, തത്വമസിക്കു പൊരുൾ പടവാം പടി 18 കേറി നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പോകുമ്പോൾ, തത്വമസിക്കു പൊരുൾ പടവാം പടി 18 കേറി നിത്യനിരാമയദാസനിവൻ നിൻ സന്നിധി പോകുമ്പോൾ, ഉൾത്തുടി കൊട്ടും നൃത്തമുതിർക്കും നിന്നെ മറക്കും ഞാൻ ഉറഞ്ഞു പാടും. തമസോ മാ ജ്യോതിർഗമയ മകരസംക്രമദീപാവലി തൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണി കണ്ടാ നീ തെളിഞ്ഞു നിൽക്കുമ്പോ, നിറഞ്ഞു കവിയും നിൻ മൃദുമന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. കർപ്പൂരപ്രിയനായിട്ടുള്ള ഭഗവാൻ ദിവ്യഗന്ധ പരിമളങ്ങൾ കൊണ്ട് കൂടുതൽ വിരാജിക്കുന്ന കാലഘട്ടമാണ് നീ. അപ്പോൾ എപ്പോഴും ജീവിതവും ചുറ്റുപാടുകളെല്ലാം ദിവ്യ ഗന്ധങ്ങൾ കൊണ്ട്
ദിവ്യ ചൈതന്യങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കർപ്പൂരത്തിരിനാളമുതിർക്കും സൗവർണ പ്രഭയിൽ നിറച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോൾ കർപ്പൂരത്തിരിനാളമുതിർക്കും സൗവർണ പ്രഭയിൽ കുളിച്ചു നിൽക്കും തിരുനടയിൽ മിഴിയടച്ചുമേവുമ്പോൾ ഉദിക്കയാണെൻ മനസ്സിൽ നിന്നുടെ ചെയ്തോ രൂപം ഞാൻ ഉണർന്നു പാടും. മൃത്യോർമാ അമൃതം ഗമയ മകരസംക്രമദീപാവലി തൻ പൊൻകതിരൊളിയേന്തി മനസ്സിനുള്ളിൽ മണി കണ്ടാ നീ തെളിഞ്ഞു നിൽക്കുമ്പോൾ നിറഞ്ഞു കവിയും നിന്നതു മന്ദസ്മിതത്തിൽ ഞാൻ എല്ലാം മറന്നു പാടും. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ മൃത്യോർമാ അമൃതം ഗമയ മൃത്യോർമാ അമൃതം ഗമയ. ജ്യോതിർമയമായി വിളങ്ങും എൻ അയ്യനേ ശരണം, സ്വാമിയെ ശരണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ജയ ഗുരുദേവ്. വീണ്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ജയ ഗുരുദേവ്.